നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരത്തിൽ സമൂഹത്തിലെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം ബുധനാഴ്ച 4 മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്. ശ്രീ കേരളവർമ്മ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ സ്ഥിതി പരമദയനീയം. ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് KSU നേതാക്കൾ. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് മഴക്കോട്ടുകളും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും നൽകി. വിശദമായ വാർത്തകളിലേക്ക്. VS വിട ചൊല്ലി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സ്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് 3:20 അന്ത്യം. മൃതദേഹം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചു. ഇന്ന് രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വച്ചു. ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ബുധനാഴ്ച രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയ ശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനും ശേഷം വലിയ ചൂടുകാട് ശ്മശാനത്തിൽ വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം. ചൊവ്വാഴ്ച പൊതു അവധിയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും അവധിയായിരുന്നു. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ ജനിച്ചു. അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് തൊഴിലാളികൾക്കിടയിലെത്തി. പുന്നപ്ര വയലാർ പ്രക്ഷോഭം അദ്ദേഹത്തെ പാർട്ടിയുടെ നേതൃത്വ തലത്തിലേക്ക് എത്താൻ സഹായിച്ചു. VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്ന പ്രയോഗം ഇക്കാലയളവിലുണ്ടായിരുന്നു. VSനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് പ്രഖ്യാപിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം AKG സെന്ററിലും പൊതുദർശനത്തിന് വെച്ചു. VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും പൊതുപ്രവർത്തനത്തിനു വേണ്ടിയും ജീവിതം മാറ്റിവെച്ച വ്യക്തിയെന്ന് VSനെ കുറിച്ച് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി അക്ഷീണം ശബ്ദമുയർത്തിയിരുന്ന VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജീവിതത്തിലുടനീളം അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് VS അച്യുതാനന്ദനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി. 2 അക്ഷരം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തിയ നേതാവാണ് VS എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻ മുഖ്യമന്ത്രി VSന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യുഗമാണ് VSലൂടെ അവസാനിക്കുന്നത്. VSന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. അവസാന കാലത്ത് പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും സമാനതകളില്ലാത്ത വിയോഗമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ. പ്രിയപ്പെട്ട സഖാവ് VSന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികളെന്ന് മോഹൻലാൽ. സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മഹത് വ്യക്തിത്വം എക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പ്രിയങ്കരനായ ജനനേതാവും ആജീവനാന്ത കമ്മ്യൂണിസ്റ്റും തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെയും പൊതുസേവനത്തിന്റെയും മൂർത്തിമത് ഭാവമായിരുന്നു VS എന്ന് സ്റ്റാലിൻ അനുസ്മരിച്ചു. തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയിൽ VSന്റെ സംഭാവനകൾ നിസ്തുലമാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ VS ജില്ലയിലെ പാർട്ടിക്ക് നൽകിയ കരുത്ത് അവിസ്മരണീയമാണ്. 80-ൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതു മുതൽ ചുമതലയൊഴിയുന്ന ഘട്ടം വരെ തൃശൂരിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, മഹിളകൾ എന്നിവരുടെ പ്രക്ഷോഭങ്ങൾക്ക് എക്കാലത്തും കരുത്തു പകർന്നു. 82-ൽ യുവജനങ്ങൾ DYFIയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തിയപ്പോൾ പോലീസ് ലാത്തിചാർജും വെടിവെപ്പ് നടത്തി. EK നായനാരും VSും തൃശൂരിലെത്തി സഖാക്കൾക്ക് ആവേശം പകർന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പ്രാദേശിക പ്രശ്നങ്ങൾ പോലും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കുന്ന പ്രശ്നങ്ങളാക്കി ഉയർത്തി. മുഖ്യമന്ത്രിയായിരിക്കെ തൃശൂർ ജില്ലയിലെ വികസന കുതിപ്പിനുതകുന്ന നിരവധി പദ്ധതികൾ അനുവദിച്ചു.
മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അനുശോചിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ പരിവർത്തനം നടത്തിയ നേതാവായിരുന്നു അദ്ദേഹം. സമരമുഖത്ത് വി.എസ്. കാഴ്ചവെച്ച പോരാട്ടങ്ങൾ വിസ്മരിക്കാനാകില്ല. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്വന്തം പാർട്ടിയിൽ പോലും പ്രതിപക്ഷ ശബ്ദമുയർത്താൻ വി.എസ്. ധൈര്യം കാണിച്ചുവെന്ന് കെ. സുരേന്ദ്രൻ അനുശോചിച്ചു. ശ്രീ കേരളോർമ്മ കോളേജ് ക്യാമ്പസിന്റെ മെൻസ് ഹോസ്റ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരമദയനീയം. ചുറ്റുപാടും കുറ്റിച്ചെടികളും കാടും നിറഞ്ഞ അവസ്ഥ. മഴക്കാലമായതിനാൽ ഹോസ്റ്റൽ പരിസരം കൃത്യമായി ശുചീകരിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപായമുണ്ടാക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പെരുകുന്ന കൊതുകുകളും പ്രാണികളും രോഗങ്ങൾക്ക് വഴിവെക്കും. അഡ്മിഷൻ ആരംഭിച്ച് പുതിയ വിദ്യാർത്ഥികൾ കടന്നുവരുന്ന സാഹചര്യം. വെള്ളിയാഴ്ച രാത്രി മെൻസ് ഹോസ്റ്റലിൽ അണലിപ്പാമ്പിനെ കണ്ടു. ഹോസ്റ്റൽ ചുമരുകൾക്ക് ബലക്ഷയം, പായല് പിടിച്ച് വൃത്തിഹീനമായ അവസ്ഥ. സൺഷെയ്ഡുകളിലും മേൽക്കൂരയിലും ചെടികൾ വളർന്നു കിടക്കുന്നു. പലയിടത്തും ചോർച്ച. ചോരുന്ന വെള്ളം ഇലക്ട്രിക് പൈപ്പ് ലൈനിലൂടെ മറ്റു ഊർന്നു വരുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. 2 മാസം വേനലവധി ഉണ്ടായി. ഹോസ്റ്റലിനും കോളേജിനും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മാനേജ്മെന്റിന് സാധിച്ചില്ല. വിദ്യാർത്ഥികൾ ഇത്തരം അനാസ്ഥ മൂലം അപകടങ്ങളിൽപ്പെടുന്ന വാർത്ത നിരന്തരം കാണുന്നു. അതുകൊണ്ട് തന്നെ അതിനിടവരുത്താതെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി KSU പ്രിൻസിപ്പാളിന് പരാതി നൽകി. KSU കേരളവർമ്മ കോളേജ് യൂണിറ്റ് വിവിധ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും KSU കേരളവർമ്മ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അറിയിച്ചു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഡാമിന്റെ 4 ഷട്ടറുകളും ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ 8 ഇഞ്ച് വരെയാക്കി ഉയർത്തി. ഇതുമൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ 4 ആംബുലൻസ് ഡ്രൈവർമാർക്ക് റെയിൻകോട്ടും മെഡിക്കൽ കിറ്റും വിതരണം ചെയ്തു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KP ബൈജു, സബ് ഇൻസ്പെക്ടർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, സിവിൽ ഓഫീസർമാർ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജേക്കബ് നെറ്റോ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഫോർ എംപ്ലോയ്മെന്റ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ, സെക്രട്ടറി ഡോക്ടർ മാധവനുണ്ണി, ട്രഷറർ സുരേന്ദ്രനാഥ്, CO വിൽസൺ, AA റോയ്, ആന്റോവി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ഇതിപ്പോൾ ചടങ്ങുകൾക്കൊന്നും അപ്പുറത്തേക്ക് നമ്മൾ മണ്ണുത്തി സ്റ്റേഷനായിട്ട് ഈ ബിൽഡിംഗ് ആവുന്നതിന് മുമ്പും മറ്റേ ചെറിയ സ്ഥലത്ത് വാടകയ്ക്ക് ഇരുന്ന കാലം മുതൽ എല്ലാ വർഷത്തിലും നമ്മുടെ എനിക്കിപ്പോഴും ഓർമ്മ സേതു സാറ് ഇവിടെ SI ആയിരുന്ന സമയത്ത് മുതൽ നിരവധി കാര്യങ്ങളിൽ അഗ്രിസിറ്റി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ വിക്ടറി IT എന്നുള്ള സ്ഥാപനത്തിൻ്റെ രീതിയിലൊക്കെ നമ്മൾ നിരവധി പോലീസിനെ ഒപ്പം നിന്നിട്ടുണ്ട്. അതിൽ കോവിഡിൻ്റെ സമയത്തായാലും പ്രളയത്തിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ എവിടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും പോലീസിൻ്റെ കൂടെ മണ്ണുത്തി അഗ്രിസിറ്റി ഒപ്പം നിന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന ഇപ്പോൾ സാറായിട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. 4 ദിവസം പല സ്റ്റേറ്റുകളിലും പോയി യാത്ര ചെയ്ത് ഉറക്കവും ഊണൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി നിരവധി കാര്യങ്ങൾ നടക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എത്ര ചെയ്താലും ഒന്നും മതിയാവില്ലെങ്കിലും ഞങ്ങളെ സപ്പോർട്ടുകൾ മണ്ണുത്തി പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് ഈ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ട് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോൾ ജനങ്ങളുടെ പോലീസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. നമുക്ക് ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി മാത്രമാണ് നമുക്ക് സുരക്ഷ പ്രധാനമായിട്ട് സുരക്ഷ നമുക്ക് പൂർണ്ണമാവണമെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം വേണം. അപ്പോൾ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പങ്കാളിത്തങ്ങളുണ്ട്. നമുക്കിപ്പോൾ പോലീസ് സംവിധാനത്തിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുന്നതായാലും സമയങ്ങളെടുക്കും നമുക്ക്. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ കിട്ടുന്നതിന് ചിലപ്പോൾ വൈകുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്കത് പൂർത്തിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത്തരത്തിലൊരു ഉദ്യമമാണ് ഇവിടെ ലയൺസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ലയൺസ് മെമ്പർമാരെയും അതിൻ്റെ ഭാരവാഹികളെയും ആത്മാർത്ഥമായിട്ടും മണ്ണുത്തി പോലീസിന് വേണ്ടി അഭിനന്ദിച്ച് ഈ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ട് ഇതിനെ കാണണം. അപ്പോൾ എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകന്റെ സഹായഹസ്തം. ഓട്ടുപാറ ജംഗ്ഷനു സമീപം ധാരാളം ആളുകൾ താമസിക്കുന്നതും വൻതോതിൽ പാടശേഖരങ്ങളുമുള്ള മേലേമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വൻ ഗർത്തങ്ങൾ. സമീപത്തായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഓട്ടുപാറ ജംഗ്ഷനിൽ നിന്ന് നിരവധി പ്രദേശങ്ങളിലേക്ക് ഗതാഗത സഞ്ചാരമുള്ളപ്പോൾ
വിലങ്ങുതടിയായി സ്ലാബിനോട് ചേർന്ന് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. റോഡ് പണികൾ പ്രഹസനമാണെന്ന നിജസ്ഥിതി നിലവിലുള്ളപ്പോൾ ഈ ഗുരുതര പ്രശ്നം കരാറുകാർ ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പിനോടും അനുബന്ധ വകുപ്പുകളോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞിട്ടും നിസ്സംഗത പുലർത്തുകയാണ്. വാഹനങ്ങൾ മുന്നോട്ടെടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഗർത്തത്തിൽ ചാടി ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴും കാലുകൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവം. ഇത്രയും ജനവാസ മേഖലയിലേക്കുള്ള കവാടത്തിലെ ഗർത്തങ്ങൾ പേടിസ്വപ്നമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഈ ഗർത്തത്തിൽ വീണ് പരിക്കേറ്റതിന്റെ നേർക്കാഴ്ച നേരിൽ കണ്ട പൊതുപ്രവർത്തകനായ സെയ്ഫുദ്ദീൻ ഓട്ടോറിക്ഷ ജീവനക്കാരോടും സമീപത്തുള്ളവരോടും വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതിന് എത്ര ചിലവ് വരുമെന്നാണ് താനിത് പരിഹരിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യാമെന്നും ഏറ്റു. പിറ്റേ ദിവസം തന്നെ തിരക്കൊഴിഞ്ഞ നേരത്ത് ഈ ഗർത്തങ്ങളുള്ള ഭാഗം സുഗമമായ ഗതാഗതത്തിന് സഞ്ചാരയോഗ്യമാക്കി. മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്കണ്ടത്ത്. കഴിഞ്ഞ ദിവസം തകർന്ന മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലം ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. മലയോര ഹൈവേയുടെ പേര് പറഞ്ഞ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മാണം നടത്താൻ ആവശ്യമായ ഇടപെടൽ നടത്താതെ സ്ഥലം MLAയും റവന്യൂ മന്ത്രിയും കൂടെയായ K രാജൻ ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്ന് ഷാജി ജെ കോടങ്കണ്ടത്ത് ആരോപിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അരോഷ് ടിയെ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പൗലോസ് ചെരടായി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി പ്രിയങ്ക സനീഷ് എന്നിവരും KPCC സെക്രട്ടറിയോടൊപ്പം ഉണ്ടായിരുന്നു. പുത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡാണ്. ഒരുപാട് ബസ്സുകൾ പോകുന്ന റോഡാണ്. മറ്റേ വല്ലൂർ അടക്കമുള്ള സ്ഥലത്തേക്ക് ആളുകൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ സൈഡാണ് ഇവിടെ ഇടിഞ്ഞിട്ടുള്ളത്. ഈ റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞിട്ടുള്ളത് ഈ കിഫ്ബി ഫണ്ട് വെച്ച് മലയോര ഹൈവേക്ക് വേണ്ടി വിഭാവനം ചെയ്ത റോഡാണ്. അപ്പോൾ ഒരു റോഡ്, നിലവിലുള്ള റോഡ് മലയോര ഹൈവേ വരുന്ന വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കിഫ്ബിക്കുണ്ട്. കിഫ്ബിക്കാർ പറയണത് പല ആളുകളുടെയും കൺസെൻറ്റ് കിട്ടിയിട്ടില്ലാന്ന്. എന്ത് തന്നെയായാലും ഈ കിഫ്ബി റോഡ് പണിയണമെങ്കിൽ മാസങ്ങളോളം കൊല്ലങ്ങളോളം എടുക്കും. അപ്പോൾ അതിനു മുമ്പ് ഈ ഇടിഞ്ഞ റോഡ് സൈഡ് ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഈ ആമ്പല്ലൂർ തൊട്ടുള്ള പല പ്രദേശത്തേക്ക് ആളുകൾ പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡിലെ ഈ ശോചനീയാവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രിയായ രാജൻ ഇതിലൊരു ചെറുവിരൽ അനക്കുന്നില്ല, പഞ്ചായത്ത് ഒരു ചെറുവിരൽ അനക്കുന്നില്ല, PWDക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, കിഫ്ബിക്കാരുടെ യാതൊരുവിധ ശ്രദ്ധയും ഈ റോഡിനില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് ജനപ്രതിനിധി അരോഷ് അടക്കമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളും ആളുകളും എല്ലാവരും കൂടിയിട്ട് ശക്തമായ ഭാഷയിൽ പറയണു, ഇതിന് ശക്തമായ രീതിയിലുള്ള പ്രതിവിധി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും, നിയമ നടപടികളുമായി സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി
പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റിന്റെ പുതിയ വ്യാപാര ഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃക്കൂർ വിനായക ഹാളിൽ വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയ് മൂത്തേടൻ, ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബിജു എടക്കളത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി. ജിനിൽ KC വാർഷിക റിപ്പോർട്ടും ജാക്സൺ CJ വാർഷിക കണക്കും അവതരിപ്പിച്ചു. KS പ്രഹ്ലാദൻ, CR ശേഖരൻ എന്നിവർ സംസാരിച്ചു. ചികിത്സാ സഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വെളപ്പായ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും 24-ന് രാവിലെ 4 മുതൽ 10 വരെ ക്ഷേത്രസന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേമ്പിള്ളിയിലെ മുരളീധരൻ ഇളയത് കാർമ്മികത്വം വഹിക്കും. ഉപദേശക സമിതി പ്രസിഡന്റ് K കൃഷ്ണകുമാർ, സെക്രട്ടറി PC ബാലാജി, ജോയിന്റ് സെക്രട്ടറി ജയൻ പാണ്ഡ്യട്ട്, ട്രഷറർ ചന്ദ്രശേഖരൻ, മോഹനൻ കുട്ടത്ത്, KV ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നടത്താറുണ്ട്. ഈ വർഷത്തിൽ പ്രത്യേകത എന്താ വെച്ചാൽ കുളമൊക്കെ ഒരു 4-5 ലക്ഷം രൂപ ചെലവാക്കി പണി തീർത്തതിന് ശേഷമുള്ള ആദ്യത്തെ വാവുബലിയാണ് വരുന്നത്. അപ്പോൾ അത് വിപുലമായ രീതിയിൽ നടത്താനാണ് സമിതിയും ദേവസ്വം ബോർഡും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ അത് വരുന്നത് ഈ വ്യാഴാഴ്ചയാണ്. രാവിലെ 4 മണി മുതൽ ആരംഭിക്കും. അത് എല്ലാ വർഷവും വരാറുള്ള ഇളയത് മുരളീധരൻ ഇളയത് തന്നെയാണ് കർമ്മി. പിന്നെ 10,500 പേര് നമ്മൾ ഉദ്ദേശിക്കുന്നു. അവർക്ക് ലഘു ഭക്ഷണം, കാപ്പി, അങ്ങനെ സാധനങ്ങളെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ ഇപ്രാവശ്യം എല്ലാവിധ സംവിധാനങ്ങളും കൂടി എന്താ പറയുക, ബുക്കിംഗ് സംവിധാനം വേറെ, അല്ലാത്തത് വേറെ 2 ലൈനാക്കി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉപദേശക സമിതിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ദേവസ്വം ഓഫീസറും എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇപ്രാവശ്യം വളരെ വിപുലമായ രീതിയിൽ തന്നെ കർക്കവാവുബലി കൊണ്ടാടാനാണ് വെളപ്പായ ക്ഷേത്ര ഉപദേശക സമിതി ഉദ്ദേശിക്കുന്നത്, തീരുമാനിച്ചിട്ടുള്ളൂ. അത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ നാട്ടിലും ഉണ്ടാവണം, നാടിന് പുറത്തും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് കൂടി ഈ സാധനം വളരെ വിജയപ്രദമായി തീർക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ്പ് പുരസ്കാരം അയ്യന്തോൾ സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് ജില്ലയിൽ 1ാം സ്ഥാനം. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ആയുഷ് കായകൽപ്പ് പുരസ്കാരം കരസ്ഥമാക്കി തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള അയ്യന്തോൾ സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി 99.58% മാർക്കോടെയാണ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയത്. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഡിസ്പെൻസറിയിൽ നടപ്പിലാക്കി വരുന്ന ഇമേജ് വഴിയുള്ള ബയോമാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ, മികച്ച ശുചീകരണോപാധികൾ, ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം, ജീവിതശൈലി രോഗനിർണയ സൗകര്യം, അടിസ്ഥാന സൗകര്യ വികസനം, ഔഷധ സസ്യത്തോട്ടം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പുരസ്കാരത്തിലേക്ക് നയിച്ചത്. മികച്ച സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം ഉൾപ്പെടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയ തൃശൂർ കോർപ്പറേഷന്റെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ജീവനക്കാരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയുമാണ് അയ്യന്തോൾ ഡിസ്പെൻസറിക്ക് നേട്ടം കൈവരിക്കാനായത്. ഈ ഫോട്ടോയിൽ കാണുന്ന ബാബു 72 വയസ്സ് തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ വെയിറ്റിംഗ് ഏരിയയിൽ അവശ്യ നിലയിൽ കാണപ്പെട്ടു. ചികിത്സയ്ക്കായി കൊണ്ടുവന്ന് ഡോക്ടർ പരിശോധിച്ച് മരണപ്പെട്ടിട്ടുള്ളതാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9947704101 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി,
കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. നിറവയറുമായി പോലീസ് ഉദ്യോഗസ്ഥ ഡ്യൂട്ടി സംബന്ധമായ മൊഴി നൽകാനെത്തി. കോടതി മുറ്റത്ത് നിന്ന് പ്രസവമുറിയിലേക്ക്. സ്റ്റേഷനിലെ കേസിലേക്ക് മൊഴി നൽകാൻ കോടതിയിലെത്തിയപ്പോൾ ബ്ലീഡിംഗ് കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് പ്രസവം. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശ്രീലക്ഷ്മിയാണ് കോടതി മുറ്റത്ത് നിന്ന് ആശുപത്രിയിലെത്തി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലേക്ക് മൊഴി നൽകാനാണ് ശ്രീലക്ഷ്മി എത്തിയത്. മൊഴി നൽകിയതിനു ശേഷം പ്രസവ അവധി എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. വീട്ടുകാരും സഹപ്രവർത്തകരും പ്രസവ അവധി താമസിപ്പിക്കുന്നതിൽ ഉണ്ടാകാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചെങ്കിലും ഈ കേസിലേക്ക് മൊഴി നൽകിയതിനു ശേഷം ലീവ് എടുത്താൽ മതി എന്ന തീരുമാനത്തിൽ ഉറച്ചു. 9 മാസം കഴിഞ്ഞ ശ്രീലക്ഷ്മി ദിവസവും ഓട്ടോറിക്ഷയിലാണ് സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്കായി എത്തിയിരുന്നത്. മൊഴി നൽകേണ്ട ദിവസമായ 21-ാം തീയതി നേരത്തെ സ്റ്റേഷനിലെത്തി. സഹപ്രവർത്തകരുമായി വാഹനത്തിൽ കോടതി മുറ്റത്തെത്തി. പെട്ടെന്ന് ബ്ലീഡിംഗ് തുടങ്ങി. ഉടൻ തന്നെ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശ്രീലക്ഷ്മി പ്രസവിക്കുകയും ചെയ്തു. ശാരീരിക വിശ്രമം വേണ്ട സമയത്തും ഡ്യൂട്ടിയിലെത്തി പോലീസ് ഉദ്യോഗസ്ഥ കാണിച്ച കൃത്യനിർവഹണത്തോടുള്ള ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS സഹപ്രവർത്തകരും ചേർന്ന് അഭിനന്ദിച്ചു. കുഞ്ഞിനും അമ്മയ്ക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവും സ്റ്റേഷൻ റൌഡിയും 25 ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ബിൻഷാദ് അടക്കം 8 പ്രതികൾ റിമാൻഡിൽ. ഗുണ്ടാ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ജില്ലയിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിച്ചു വരുന്ന നടപടികൾ കൂടുതൽ കർശനമായി തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അറിയിച്ചു. ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ റിമാൻഡിൽ. ഓട്ടോറിക്ഷ കോടതിയിൽ ഹാജരാക്കി. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട കരുമത്ര വാത്തിയാട്ട് വീട്ടിൽ സുഗുണനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുട്ടിന്റെ മറവിലെ കൊലപാതകത്തിൽ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിലായി. ഞായറാഴ്ച അർദ്ധരാത്രിയാണ്. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടാതിരുന്ന സമയത്ത് മിന്നൽ വേഗത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണത്തിലാണ് പുലരും മുൻപേ പ്രതിയെ പിടികൂടിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേഫെയർ ബാറിന്റെ മുൻപിൽ വെച്ച് ബാർ അടച്ച ശേഷം ബാറിലെ കൗണ്ടർ ജീവനക്കാരനായ എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരി സാന്ദ്ര നിവാസ് വീട്ടിൽ ഹേമചന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആമ്പല്ലൂർ അളകപ്പ് നഗർ സ്വദേശി ആലുക്ക വീട്ടിൽ സിജോ ജോണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ പ്രതി രക്ഷപ്പെടാതിരിക്കാൻ എല്ലാ സ്റ്റേഷനിലേക്കും പ്രതിയുടെ അടയാള വിവരങ്ങൾ കൈമാറിയിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, ജൂനിയർ SI വൈഷ്ണവ്, SI-മാരായ പ്രദീപ്, ലാലു, സുധീഷ്, ലിജു രംഗനാഥൻ, സന്തോഷ്, സതീശൻ മഠപ്പാട്ടിൽ, ASI-മാരായ ബൈജു, ബിനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരത്തിൽ സമൂഹത്തിലെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം ബുധനാഴ്ച 4 മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്. ശ്രീ കേരളവർമ്മ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ സ്ഥിതി പരമദയനീയം. ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് KSU നേതാക്കൾ. ലയൺസ് ക്ലബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് മഴക്കോട്ടുകളും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.